ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ തിരുവാഭരണ കമ്മീഷണർ KS ബൈജു ഇന്ന് ജയിൽ മോചിതനായേക്കും. ദ്വാരപാലകപ്പാളി കേസിലെ ജാമ്യാപേക്ഷയിൽ കൊല്ലം വിജിലൻസ് കോടതി വിധി പറയും. കട്ടിളപ്പാളി കേസിൽ നേരത്തെ ജാമ്യം ലഭിച്ചിരുന്നു. അതിനിടെ ശാസ്ത്രീയ പരിശോധനാ ഫലം ലഭിക്കുന്നതിന് മുൻപേ തെളിവുകൾ ചേർത്ത് പ്രതികൾക്കെതിരെ കരട് കുറ്റപത്രം തയ്യാറാക്കാനാണ് SIT നീക്കം. ഹരിമോഹനാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ഹരി, ഇന്ന് KS ബൈജുവിന് ജാമ്യം ലഭിക്കുകയാണെങ്കിൽ ഏഴാം പ്രതിയാണ് പുറത്തേക്ക് ഇറങ്ങുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ. അതിനിടെ കരട് കുറ്റപത്രം തയ്യാറാക്കി ഈ തിരിച്ചടിയിൽ നിന്ന് മറികടക്കാനാണോ SITയുടെ നീക്കം? കീർത്തന ഏഴാമത്തെ പ്രതിയാണ് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഇന്ന് ജയിലിന് പുറത്തേക്ക് ഇറങ്ങുക. എന്തായാലും ഇന്ന് മറിച്ചൊരു വിധി ഉണ്ടാകാനുള്ള സാധ്യതയൊന്നുമില്ല. കാരണം ഇതേവരെ സ്വാഭാവിക ജാമ്യം തേടിയിട്ടുള്ള പ്രതികൾക്കെല്ലാം തന്നെ അത് ലഭിച്ചിട്ടുമുണ്ട്. നിലവിൽ 6 പ്രതികൾ പുറത്തുണ്ട്. അതിനകത്ത് 4 പേർക്കും സ്വാഭാവിക ജാമ്യം ലഭിക്കുകയായിരുന്നു. ഇപ്പോൾ ബൈജു കൂടി സ്വാഭാവിക ജാമ്യം തേടി. കട്ടിളപ്പാളി കേസിൽ ആ സ്വാഭാവിക ജാമ്യം ലഭിച്ചു. ഇനിയിപ്പോൾ ദ്വാരപാലക കേസിൽ ബൈജുവിന്റെ സ്വാഭാവിക ജാമ്യത്തിൽ ഇന്ന് കൊല്ലം വിജിലൻസ് കോടതി വിധി പറയുമ്പോൾ ഓരോരോ പ്രതികളായി പുറത്തേക്ക് ഇറങ്ങുന്നത് ഓരോ ദിവസം കഴിയുന്നതോറും വർദ്ധിക്കുകയാണ്. SITയെ സംബന്ധിച്ച കുറ്റപത്രം സമർപ്പിക്കാൻ വൈകുന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ എന്തായാലും ഈ കരട് കുറ്റപത്രം തയ്യാറാക്കിയതുകൊണ്ട് കൂടുതൽ പ്രതികൾ പുറത്തേക്ക് ഇറങ്ങുന്നത് തടയാൻ കഴിയില്ല എന്നുള്ളതാണ് വസ്തുത. കാരണം അന്തിമ കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ച കോടതി ആ കുറ്റപത്രം അംഗീകരിക്കുമ്പോൾ മാത്രമേ ഈ സ്വാഭാവിക ജാമ്യത്തെ എതിർക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ കരട് കുറ്റപത്രം തയ്യാറാക്കി ശാസ്ത്രീയ പരിശോധനാ ഫലം ലഭിച്ച് അതിനുശേഷം അന്തിമ കുറ്റപത്രം തയ്യാറാക്കി വരുമ്പോഴേക്കും എന്തായാലും മാർച്ച് അവസാനം ആകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ഹൈക്കോടതി നൽകിയിരിക്കുന്ന ഒരു അന്ത്യശാസനം എന്ന് പറയുന്നത് മാർച്ച് 31 അതിന് മുൻപ് എന്തായാലും അങ്ങനൊരു അന്തിമ കുറ്റപത്രത്തിലേക്ക് കടക്കാനുള്ള സാധ്യതയില്ല. കാരണം ശാസ്ത്രീയ പരിശോധനയ്ക്ക് വേണ്ടി ജംഷഡ്പൂരിലെ ദേശീയ മെറ്റലർജിക്കൽ ലബോറട്ടറിയിലേക്ക് ശബരിമലയിൽ നിന്ന് ശേഖരിച്ച 36 സാമ്പിളുകൾ അയച്ചിട്ട് വെറും ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. അതിന്റെ ഫലം എന്തായാലും 2 ആഴ്ചയെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് എടുക്കും ലഭിക്കാനായി. അങ്ങനെ ആ ഫലം ലഭിച്ച് അത് വിലയിരുത്തിയ ശേഷം മാത്രമായിരിക്കും അന്തിമ കുറ്റപത്രം സമർപ്പിച്ച തുടർ നടപടികളിലേക്ക് കടക്കുക എന്നുള്ളതാണ്. എന്തായാലും ഇന്നിപ്പോൾ KS ബൈജു പുറത്തിറങ്ങുന്നു. അടുത്ത ഊഴം പത്മകുമാറിൻ്റെതാണ്. അടുത്ത ആഴ്ച ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റായ A പത്മകുമാറിന്റെയും രണ്ടാമത്തെ കേസിൽ 90 ദിവസം തികയുകയാണ്. ആദ്യ കേസിൽ പത്മകുമാറിന് നേരത്തെ സ്വാഭാവിക ജാമ്യം ലഭിച്ചിരുന്നു. അടുത്ത ആഴ്ച ആവുന്നതോടുകൂടി ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണിയും ഈ കേസിൽ സർക്കാർ ഏറ്റവും കൂടുതൽ വെട്ടിലായിരിക്കുന്ന അറസ്റ്റ് കൂടിയായ പത്മകുമാർ, ആ പത്മകുമാറാണ് പുറത്തേക്ക് ഇറങ്ങുക. അതോടുകൂടി ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതികൾ എല്ലാവരും പുറത്തിറങ്ങുന്ന സാഹചര്യം തന്നെ ആയിരിക്കും എന്നുള്ളതിൽ സംശയമില്ല. ഇതിനോടകം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി, മുരാരി ബാബു, സുധീഷ് കുമാർ, തന്ത്രി അടക്കമുള്ള ആളുകൾ എല്ലാവരും തന്നെ പുറത്തിറങ്ങിയിട്ടുണ്ട്. അതിൽ ഏറ്റവും ഒടുവിലത്തെ കണ്ണികളാണ് ഇപ്പോൾ ഈ പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ബൈജുവിനെ സംബന്ധിച്ച് ബൈജുവിനെതിരെ ഉയർന്ന ഏറ്റവും വലിയ ആരോപണം എന്ന് പറയുന്നത് ദ്വാരപാലക ശില്പപാളികൾ അഴിച്ചെടുത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുക്കുന്ന സമയത്ത് സന്നിധാനത്ത് ഹാജരായിരുന്നില്ല എന്നുള്ളതാണ്. ഇത്തരത്തിൽ അറ്റകുറ്റപ്പണിക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണത്തിനോ ഉരുപ്പടികൾ മാറ്റിക്കൊണ്ടുപോകുന്ന സമയത്ത് അവിടെ ഈ തിരുവാഭരണ കമ്മീഷണർ ഉണ്ടാകണം എന്നുള്ളതാണ് ചട്ടം അല്ലെങ്കിൽ ദേവസ്വം മാനുവലിൽ പറയുന്നത്. അത് ലംഘിച്ചുകൊണ്ട് മനഃപൂർവ്വം ബൈജു മാറി നിൽക്കുകയായിരുന്നു എന്നുള്ളതാണ് അന്വേഷണ സംഘം പറയുന്നത്. അതായത് ഈ ആസൂത്രണത്തിന്റെ ഭാഗമായി ബൈജു നിൽക്കുകയും തുടർന്ന് അവിടെ ഉണ്ടാകരുത് എന്നുള്ള ഏതെങ്കിലും നിർദ്ദേശത്തിന്റെയോ അല്ലെങ്കിൽ മനഃപൂർവ്വമായി എന്തെങ്കിലും തരത്തിലുള്ള ധാരണയുടെയോ പുറത്ത് ബൈജു മാറി നിൽക്കുകയായിരുന്നു എന്നുള്ളതാണ് ബൈജുവിനെതിരെ ആരോപിക്കപ്പെടുന്ന കുറ്റം. അതെന്ത് തന്നെ ആയാലും ഇനിയിപ്പോൾ സ്വാഭാവിക ജാമ്യം ലഭിച്ച ബൈജു പുറത്തേക്ക് ഇറങ്ങുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അടുത്തയാഴ്ച ആകുമ്പോൾ പത്മകുമാറും അത്തരമൊരു സ്വാഭാവിക ജാമ്യം പത്മകുമാറിനും ലഭിക്കും അല്ലെങ്കിൽ ഒരു പരിരക്ഷ ലഭിക്കുമെന്ന് തന്നെ ഉറപ്പിച്ച് പറയാൻ കഴിയും. SITയെ സംബന്ധിച്ച് ഹൈക്കോടതിയുടെ ഒരു ആശ്വാസം നിലനിൽക്കുന്നത് എത്ര പ്രതികൾ പുറത്തിറങ്ങിയാലും ആശങ്കപ്പെടേണ്ടതില്ല. കുറ്റപത്രം കൃത്യമായി ശാസ്ത്രീയ അടിത്തറ ഉണ്ടാക്കിയതിനു ശേഷം മാത്രം സമർപ്പിച്ചാൽ മതി എന്നുള്ളതായിരുന്നു ദേവസ്വം ബെഞ്ച് നേരത്തെ പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ പ്രതികൾ പുറത്തേക്ക് ഇന്ന് സ്വാഭാവിക ജാമ്യം ലഭിച്ചാൽ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പുറത്തിറങ്ങുന്ന 7ാം പ്രതിയാണ് KS ബൈജു. ഹരിമോഹനാണ് വിശദാംശങ്ങൾ നൽകിയത്.